കോട്ടയം അതിരൂപതയുടെ ചരിത്രത്തിൽ പ്രഥമസ്ഥാനീയനായ അഭിമന്യമാർ മാത്യു മാക്കീൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനം സമാഗതമായതോടെ വിശ്വാസി സമൂഹം ഒന്നാകെ ആഹ്ലാദ നിറവിലാണ്. വലിയ ഒരുക്കത്തോടെ ആഘോഷിക്കപ്പെടുന്ന ധന്യൻ പദവി പ്രഖ്യാപന ചടങ്ങിനെ പ്രാർത്ഥനകളോടെ ഉൾക്കൊള്ളുവാൻ സീറോ മലബാർ സഭയും ഒരുങ്ങിക്കഴിഞ്ഞു. കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ ശനിയാഴ്ച രാവിലെ 9:30 മാക്കീൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനവും കോട്ടയത്തിന്റെ മുൻ മെത്രാൻമാർ തോമസ് തറയിൽ പിതാവിന്റെ 50-ാം ചരമവാർഷികാചരണ സമാപനവും സംയുക്തമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരുക്കർമ്മങ്ങൾക്ക് മുന്നോടിയായി തിരിതെളിച്ച് സന്ദേശം നൽകും. കോട്ടയം അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ മാത്യു മൂലക്കാട്ട് വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഹായ മെത്രാൻമാരായ മാർ ജോസഫ് പണ്ടാരശ്ശേരിലും ഗീവർഗീസ് മാർ അപ്രേമും അതിരൂപതയിലെ വൈദികരും സഹകാർമ്മികരാകും. അതിരൂപതയിലെ സമർപ്പിതരും സംഘടനാ ഭാരവാഹികളും വിവിധ ഇടവകകളെ പ്രതിനിധീകരിച്ചെത്തുന്ന വിശ്വാസികളും തിരുക്കർമ്മങ്ങളിൽ പങ്കാളികളാകും. മാർ മാത്യു മാക്കീലിന്റെ ധന്യൻ പദവി പ്രഖ്യാപനം വലിയ പ്രാധാന്യത്തോടെ ശനിയാഴ്ച രാവിലെ 9:30 കോട്ടയം ക്രിസ്തുരാജ കത്തീഡ്രലിൽ നടക്കുമെന്ന് അതിരൂപതയുടെ പ്രോട്ടോസിഞ്ചലൂസ് ഫാദർ തോമസ് ആനിമൂട്ടിൽ അറിയിച്ചു. ദൈവദാസൻ മാക്കീൽ പിതാവിന്റെ ധന്യൻ പദവി പ്രഖ്യാപനവും അഭിമന്യ തോമസ് തറയിൽ പിതാവിന്റെ സ്വർഗപ്രാപ്തിയുടെ 50-ാം വാർഷികവും 2025 ജൂലൈ മാസം 26-ാം തീയതി രാവിലെ 9:30 കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച് ആഘോഷിക്കപ്പെടും. ഈ മഹനീയ കർമ്മത്തിന് സാക്ഷികളാകുവാൻ നിങ്ങളെ ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യും. കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് ദൈവദാസന്റെ ധന്യൻ പദവി പ്രഖ്യാപനത്തെ കാണുക. വിശുദ്ധിയിലേക്ക് കടന്നു വരുവാൻ എല്ലാവർക്കും സാധിക്കും, കഴിയും എന്ന് അഭിമന്യ പിതാവിലൂടെ തെളിയിക്കപ്പെടുകയും ഈ വിശുദ്ധി ലോകത്തിന് പകർന്നു കൊടുക്കുവാൻ പിതാവിന് സാധിച്ചു എന്നത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഈ ഒരു മഹനീയ കർമ്മത്തിന് സാക്ഷികളാവുക വളരെയേറെ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് നാം തിരിച്ചറിയുക. അതോടൊപ്പം തന്നെ അഭിമന്യ തറയിൽ പിതാവ് കോട്ടയം അതിരൂപതയുടെ ഈ ഒരു വളർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷാ മേഖലയിലും നിർണായകമായി പങ്കുവഹിച്ചുകൊണ്ട് ഈ അതിരൂപതയെ വളർത്തി വലുതാക്കിയ പിതാവാണ്. പിതാവിൻ്റെ 50-ാം സ്വർഗപ്രാപ്തിയുടെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ അവസരത്തിലും പിതാവിലൂടെ ലഭിച്ച എല്ലാ നന്മകൾക്കും പ്രത്യേകമായി നമുക്ക് നന്ദി പറയാം. ഈ മഹനീയ കർമ്മത്തിന് സാക്ഷികളാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും ഹാർദവമായിട്ട് ക്ഷണിക്കുകയും ചെയ്യും. ചങ്ങനാശ്ശേരി വികാരിയാത്തിന്റെയും പിന്നീട് തെക്കുംഭാഗക്കാർക്കായി നൽകപ്പെട്ട കോട്ടയം വികാരിയാത്തിന്റെയും പ്രഥമ വികാരി അപ്പസ്തോലിക്കയും വിസിറ്റേഷൻ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകനുമായ മാർ മാത്യു മാക്കീലിനെ മെയ് 22 ലയോ 14 പാപ്പ ധന്യനായി പ്രഖ്യാപിക്കുന്നതിനുള്ള തീരുമാനം എടുത്തത്. സമുദായത്തിൽ സ്ത്രീകളുടെ സമഗ്ര വളർച്ച ലക്ഷ്യമാക്കി 1892 കൈപ്പുഴയിൽ സീറോ മലബാർ സഭയിലെ തൃതീയ സന്യാസിനി സമൂഹമായി വിസിറ്റേഷൻ കോൺഗ്രിഗേഷൻ മാർ മാത്യു മാക്കീൽ സ്ഥാപിച്ചത്. കോട്ടയം അതിരൂപതയുടെ തൃതീയ മെത്രാനായ മാർ തോമസ് തറയിൽ ജ്ഞാനായ സമുദായത്തിന്റെ ആധ്യാത്മികവും വിശ്വാസപരവും സാമൂഹികവും സാമ്പത്തികവുമായ വളർച്ചയ്ക്ക് നിസ്തുല സംഭാവനകൾ അർപ്പിച്ചു. കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനുമാണ് അഭിമന്യ തറയിൽ പിതാവ്. ഷെക്കേന ന്യൂസ്, കോട്ടയം.